ഓം ശ്രീ ഹരിശ്രീ ഗണപതേ നമഃ. സായിയുടെ അനുഗ്രഹത്താൽ നമ്മൾ അധ്യായം 4 ആരംഭിക്കാൻ പോവുകയാണ്. സന്യാസിമാരുടെ ദൗത്യം, ഷിർദി ഒരു പുണ്യതീർത്ഥം, ശ്രീ സായി ബാബയുടെ വ്യക്തിത്വം, ഗൗലീബുവയുടെ സാക്ഷ്യം, വിത്തൽ പ്രത്യക്ഷനാകുന്നു, ഭഗവന്ത് റാവു ക്ഷീരസാഗറിൻ്റെ കഥ, ദാസ്കനുവിൻ്റെ പ്രയാഗിലെ സ്നാനം, ശ്രീ സായിബാബയുടെ ദിവ്യജനന രഹസ്യം, 3 വാടകൾ. കഴിഞ്ഞ അധ്യായത്തിൽ ശ്രീ സായി സച്ചരിതം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ ഞാൻ വിവരിച്ചു. ബാബയുടെ കൃപയോടെ ഷിർദിയിൽ ശ്രീ സായിബാബയുടെ ആദ്യ വരവ് ഞാനിപ്പോൾ വിവരിക്കാം. സന്യാസിമാരുടെ ദൗത്യം. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അല്ലയോ അർജുന, ഏതേത് കാലത്തൊക്കെയാണോ ധർമ്മത്തിന് ഹാനിയും അധർമ്മത്തിന് വളർച്ചയും സംഭവിക്കുന്നത്, അപ്പോഴൊക്കെ ഞാൻ അവതരിക്കുന്നു. സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും അധർമ്മികളുടെ സംഹാരത്തിനും ധർമ്മം നിലനിർത്തുന്നതിനു വേണ്ടിയും യുഗയുഗാന്തരങ്ങളായി ഞാൻ അവതരിക്കുന്നു. ഭഗവാന്റെ ഈ ദൗത്യം നിറവേറ്റുന്നതിന് ഉചിതമായ സഹായമേകുവാൻ യഥാസമയം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഭഗവത് പ്രതിനിധികളാണ് ഋഷിമാരും സന്യാസിമാരും. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ അവരുടെ കർത്തവ്യങ്ങൾ അവഗണിക്കുകയും പകരം ശൂദ്രർ അവ കയ്യേൽക്കുകയും ചെയ്യുമ്പോഴും, ആത്മീയാചാര്യന്മാർ അപമാനിക്കപ്പെടുമ്പോൾ, മതനിർദ്ദേശങ്ങൾ തിരസ്കരിക്കപ്പെടുമ്പോൾ, എല്ലാം തികഞ്ഞവരെന്ന് ഏവരും സ്വയം അഹങ്കരിക്കുമ്പോൾ, ജനങ്ങൾ നിരോധിത ഭക്ഷണങ്ങളും ലഹരി പാനീയങ്ങളും ഉപയോഗിക്കുമ്പോൾ, മതത്തെ ദുരാചാരങ്ങൾക്ക് മറയായി ജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, വിഭാഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ബ്രാഹ്മണർ തങ്ങളുടെ സന്ധ്യാവന്ദനാദികൾ മുടക്കുമ്പോൾ, യഥാസ്ഥിതികർ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിരാകരിക്കുമ്പോൾ, യോഗികൾ ധ്യാനനിരതരാകാതിരിക്കുമ്പോൾ, സമ്പത്ത്, സന്തതി, ഇണ തുടങ്ങിയ ലൗകിക ബന്ധങ്ങൾക്ക് പ്രാമുഖ്യം നൽകുകയും മോക്ഷത്തിൻ്റെ യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, അത്തരം സമയങ്ങളിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനും മനുഷ്യരാശിയെ തങ്ങളുടെ വാക്കുകളുടെയും പ്രവൃത്തികളിലൂടെയും നീതിപൂർവകമായ പാതയിലേക്ക് തിരികെ നയിക്കാനും സന്യാസിമാർ പ്രത്യക്ഷപ്പെടുന്നു. ഇവർ വഴിവിളക്കുകളായി വർത്തിക്കുകയും മുന്നോട്ടുള്ള ശരിയായ വഴി കാണിച്ചു തരികയും ചെയ്യുന്നു. കലാകാലങ്ങളായി നിവൃത്തി, ജ്ഞാനദേവ്, മുക്താബായ്, നാംദേവ്, ഗോര ഗോനായി, ഏകനാഥ്, തുക്കാറാം, നരഹരി, നർസിബായ്, സജൻക, ശ്രീ സായി, സാവത, രാംദാസ് തുടങ്ങി മനുഷ്യരാശിയുടെ ഉന്നമനത്തിനായി അനേകം മഹാരഥന്മാർ ഇവിടെ അവതരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ശ്രീ സായി ബാബയും ഈ ഭൂമിയിൽ അവതരിച്ചത് അതേ ദൈവിക ദൗത്യവുമായിട്ടാണ്. സത്പുത്രരെ സംരക്ഷിക്കാനും വഴിപിഴച്ചവരെ തിരുത്താനും തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അതിരുകളില്ലാത്ത അനുകമ്പയിലൂടെയും ലോകത്ത് നീതി പുനഃസ്ഥാപിക്കുന്നതിനുമായി അദ്ദേഹം ഷിർദിയിൽ പ്രത്യക്ഷനായി. ഷിർദി ഒരു പുണ്യതീർത്ഥം, അത്യന്തം ഭാഗ്യം ചെയ്ത സ്ഥലമാണ്. അഹമ്മദ് നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗോദാവരി നദിയുടെ തീരം. അവിടെ അനേകം സന്യാസിമാർക്ക് ജന്മം നൽകുകയും അവർക്ക് അഭയം നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ജ്ഞാനേശ്വരനാണ് അവരിൽ പ്രമുഖൻ. അഹമ്മദ് നഗർ ജില്ലയിലെ കൊപ്പർഗാവ് താലൂക്കിലാണ് ഷിർദി സ്ഥിതി ചെയ്യുന്നത്. ഷിർദിയിലെത്തുന്നതിനായി കൊപ്പർഗാവിൽ ഗോദാവരി നദി മറികടന്ന് 3 കോസ് ഏകദേശം 9 മൈൽ സഞ്ചരിച്ച് നിങ്കാവിലെത്തണം. അവിടെ നിന്ന് ഷിർദി ദൃശ്യമാവും. കൃഷ്ണാനദിയുടെ തീരത്തുള്ള ഗംഗാപൂർ, നരസിംഹവാടി, ഔദുംബർ തുടങ്ങിയ മറ്റ് പുണ്യതീർത്ഥാടന കേന്ദ്രങ്ങളുടെ അതേ പവിത്രതയും പ്രശസ്തിയും ഷിർദിക്കുണ്ട്. ദാമാജി പണ്ഡർപൂരിനടുത്തുള്ള മംഗൾവേദിയെ അനുഗ്രഹിച്ചതുപോലെ, സമർത്ഥ് രാംദാസ് സജ്ജൻഗണ്ഡിനെ വിശദീകരിച്ചതുപോലെ, ശ്രീ നരസിംഹ സരസ്വതി സരസ്വതിവാടിയെ അനുഗ്രഹിച്ചതുപോലെ, ശ്രീ സായിനാഥൻ ഷിർദിയെ തൻ്റെ ദിവ്യ സാന്നിധ്യത്താൽ അനുഗ്രഹിച്ചു. ശ്രീ സായിബാബയുടെ വ്യക്തിത്വം. ശ്രീ സായിബാബയുടെ സാന്നിധ്യം ഷിർദിയെ ഒരു വലിയ പ്രാധാന്യമുള്ള സ്ഥലമാക്കി മാറ്റി. ശ്രീ സായിബാബയുടെ അസാധാരണ വ്യക്തിത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദൈവിക ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതും മറികടക്കാൻ പ്രയാസമുള്ളതുമാണെന്ന് അറിയപ്പെടുന്ന സംസാരത്തെ, ലൗകിക ജീവിതത്തെ അദ്ദേഹം കീഴടക്കിയിരുന്നു. സമാധാനവും ശാന്തവുമായ മനസ്സും ശീലമാക്കിയിരുന്ന അദ്ദേഹം ജ്ഞാനത്തിൻ്റെയും അനുകമ്പയുടെയും മൂർത്തിഭാവമായിരുന്നു. ശ്രീ സായിബാബ വൈഷ്ണവ ഭക്തരുടെ ആശ്രയസ്ഥാനവും കർണനെപ്പോലെ ഉദാരമതിയുമായിരുന്നു. അദ്ദേഹം എല്ലാ സദ്ഗുണങ്ങളുടെയും സത്തയെ പ്രതിനിധീകരിച്ചു. നശ്വരമായ ലൗകിക വസ്തുക്കളിൽ തൽപരനല്ലാത്ത അദ്ദേഹം തൻ്റെ ഏക ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരത്തിൽ മുഴുകിയിരുന്നു. ഇഹലോകത്തിൻ്റെയോ പരലോകത്തിൻ്റെയോ സുഖങ്ങൾ അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒരു കണ്ണാടി പോലെ പരിശുദ്ധവും വാക്കുകൾ നിരന്തരമായ അമൃതപ്രവാഹം പോലെയുമായിരുന്നു. ശ്രീ സായിബാബ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചിരുന്നു. ബഹുമാനത്തെക്കുറിച്ചോ അപമാനത്തെക്കുറിച്ചോ അദ്ദേഹം ബോധവാനായിരുന്നില്ല.
അവയെ അദ്ദേഹം പരിഗണിച്ചിരുന്നു പോലുമില്ല. വാസ്തവത്തിൽ അദ്ദേഹം എല്ലാ ജീവജാലങ്ങളുടെയും നാഥനായിരുന്നു. ജീവിതത്തിൽ എല്ലാ തുറകളിലുമുള്ള ആളുകളുമായി അദ്ദേഹം സ്വതന്ത്രമായി ഇടപഴകുകയും ദേവദാസികളുടെ നൃത്താഭിനയം കാണുകയും ഗസലുകൾ കേൾക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് സമാധിയിൽ അചഞ്ചലമായി തുടർന്നിരുന്നു. അല്ലാഹുവിൻ്റെ നാമം അദ്ദേഹം എല്ലായ്പ്പോഴും ഉരുവിട്ടിരുന്നു. ലോകമുണരുമ്പോൾ അദ്ദേഹം ജാഗരൂകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളം ആഴക്കടൽ പോലെ ശാന്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉദ്ഭവവും പ്രവർത്തനങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭൗതികമായ ഒരിടത്താണ് അദ്ദേഹം വസിച്ചിരുന്നതെങ്കിലും ലോകത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദർബാർ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. ഓരോ ദിവസവും എണ്ണിയിലൊടുങ്ങാത്ത കഥകൾ അദ്ദേഹം പറയുമായിരുന്നിട്ടും ഒരിക്കലും തൻ്റെ മൗനപ്രതിജ്ഞയിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചില്ല. സദാ മസ്ജിദിലെ ചുമരിൽ ചാരിയിരുന്നാലും ലന്തിയിലേക്കോ ചാവിടിയിലേക്കോ രാവും പകലും നടന്നാലും അദ്ദേഹം സദാ ആത്മാനുവർത്തിയായി നിലകൊണ്ടിരുന്നു. അദ്ദേഹം ഒരു സിദ്ധനായിരുന്നെങ്കിലും അദ്ദേഹം ഒരു മഹാസാധകനെ അനുസ്മരിപ്പിച്ചിരുന്നു. സൗമ്യനും എളിമയുള്ളവനും അഹംഭാവമില്ലാത്തവനുമായിരുന്ന ശ്രീ സായിബാബ എല്ലാവരെയും സന്തോഷിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ദിവ്യ സാന്നിധ്യം ഷിർദിയുടെ മണ്ണിനെ അനുഗ്രഹിക്കുകയും അസാധാരണമായ പ്രാധാന്യത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ജ്ഞാനേശ്വർ ആനന്ദിയെയും ഏകനാഥ് പൈതനെയും വിശദീകരിച്ചതുപോലെ ശ്രീ സായിബാബയുടെ ദിവ്യ സാന്നിധ്യം ഷിർദിയെ മഹത്വപ്പെടുത്തി. ശ്രീ സായിബാബയുടെ വിശുദ്ധ പാദങ്ങൾ സ്പർശിച്ചതിനാലും ആ പാദധൂളികളേറ്റതിനാലും ഷിർദിയിലെ പുൽനാമ്പുകൾ പോലും അനുഗ്രഹീതമായി. പണ്ഡർപൂർ, ജഗന്നാഥ്, ദ്വാരക, ബനാറസ്, രാമേശ്വരം, ബദ്രികേദാർ, നാസിക്, ത്രയംബകേശ്വർ, ഉജ്ജയിൻ, മഹാകാലേശ്വർ, മഹാബലേശ്വർ, ഗോകർണം പോലെ ശ്രീ സായി ഭക്തർക്ക് ഷിർദി ഒരു പുണ്യസ്ഥലമായി തീർന്നു. ഷിർദിയിലെ ശ്രീ സായി ബാബയുടെയുമായുള്ള സമ്പർക്കം വേദതന്ത്രങ്ങളുടെ അധ്യയനമായി മാറുകയും ലൗകിക തൃഷ്ണകളെ അടക്കി ആത്മസാക്ഷാത്കാരം നേടുന്നതിന് ലളിതമാക്കുകയും ചെയ്തു. ശ്രീ സായിബാബയുടെ ദർശനം തന്നെ യോഗസാധനയ്ക്ക് സമാനമായതും അദ്ദേഹവുമായുള്ള സമ്പർക്കം ഭക്തരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ കഴുകുന്നത് പ്രയാഗിലെ ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനത്തിന് തുല്യവും പാദങ്ങൾ കഴുകി വിശുദ്ധമാക്കപ്പെട്ട ജലം സേവിക്കുന്നത് ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതുമായിരുന്നു. ഭക്തർ അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ വേദങ്ങളായി സ്വീകരിക്കുകയും ഉദിയും പ്രസാദവും സേവിക്കുന്നത് അവരെ പൂർണ്ണമായി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതായി ഉറച്ചു വിശ്വസിച്ചു പോന്നു. സാന്ത്വനവും കൃപയും ചൊരിഞ്ഞിരുന്ന ശ്രീകൃഷ്ണനും ശ്രീരാമനുമായിരുന്നു ശ്രീ സായിബാബ. പരമസത്യമായ പരബ്രഹ്മവും അദ്ദേഹം തന്നെയായിരുന്നു. ലൗകിക ജീവിതത്തിൽ അന്തർലീനമായ ദ്വന്ദ്ങ്ങളെ അല്ലെങ്കിൽ വിപരീതങ്ങളെ ശ്രീ സായിബാബ മറികടന്നിരുന്നു. സുഖദുഃഖങ്ങൾ മാത്രമല്ല, ബാഹ്യ സാഹചര്യങ്ങളോ വൈകാരിക ഉയർച്ച താഴ്ചകളോ അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. അസ്തിത്വം, ജ്ഞാനം, പരമാനന്ദം എന്ന തൻ്റെ സ്വസ്ഥിതിയിൽ ബാബ എപ്പോഴും വ്യാപൃതനായിരുന്നു. ചുരുക്കത്തിൽ അദ്ദേഹം സ്ഥിതപ്രജ്ഞ, സ്ഥിരമായ ജ്ഞാനം അല്ലെങ്കിൽ സമാധി എന്ന അവസ്ഥയിൽ മുഴുകിയിരുന്നു. ഭക്തർക്ക് ദൈവികതയുടെ ശാശ്വത ദീപമായിരുന്നു ശ്രീ സായിബാബ. ഷിർദി അദ്ദേഹത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ദൈവിക സ്വാധീനം പഞ്ചാബ്, കൽക്കട്ട, ഗുജറാത്ത്, ധാക്ക, കൊങ്കൺ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. ശ്രീ സായിബാബയുടെ കീർത്തി ദേശത്തുടനീളം പരന്നു. അദ്ദേഹത്തിൻ്റെ ദർശനത്തിനും അനുഗ്രഹത്തിനും വേണ്ടി വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിയിരുന്നു. കേവലം അദ്ദേഹത്തിൻ്റെ ദർശനം ഒന്നുകൊണ്ട് മാത്രം ശുദ്ധരോ അശുദ്ധരോ എന്ന് പോലും കണക്കിലാക്കാതെ സർവ്വഭക്തർക്കും ഉടനടി സമാധാനം അനുഭവപ്പെട്ടു. പണ്ഡർപൂരിൽ വിത്തൽ രഘുവുമായുള്ള കൃഷ്ണനും രുക്മിണിയും അവരെ ദർശിക്കാൻ എത്തുന്ന ഭക്തർക്ക് അനുഭവപ്പെടുന്ന അതേ ആത്മീയ സാഫല്യവും സമാധാനവും ആനന്ദവും ഷിർദിയിലെ ശ്രീ സായിബാബയുടെ ദർശനം നടത്തിയിരുന്ന ഭക്തർക്കും ലഭിച്ചിരുന്നു. ഇത് അതിശയോക്തിയായിരുന്നില്ല. എണ്ണമറ്റ ഭക്തർ ശ്രീ സായിബാബയുടെ ദിവ്യകാരുണ്യത്തിന് പാത്രീഭൂതരായി. ഇത്തരത്തിൽ ഉള്ള ഒരു ഭക്തൻ്റെ സാക്ഷ്യം നമുക്ക് പരിശോധിക്കാം. ഗൗലീബുവയുടെ സാക്ഷ്യം. ഭക്തശിരോമണിയായ 95 വയസ്സുള്ള ഗൗലീബുവ പണ്ഡർപൂരിലെ ദൃഢഭക്തിയുള്ള ഒരു തീർത്ഥാടകനായിരുന്നു. അദ്ദേഹം എല്ലാ വർഷവും 8 മാസം പണ്ഡർപൂരിലും ബാക്കി 4 മാസം ആഷാഢം മുതൽ കാർത്തിക വരെ ഗംഗാതീരത്തും ചെലവഴിച്ചിരുന്നു. എല്ലാ വർഷവും അദ്ദേഹം ഒരു ശിഷ്യൻ്റെയും തൻ്റെ ഭാണ്ഡങ്ങൾ വഹിക്കുന്ന ഒരു കഴുതയുടെയും അകമ്പടിയുടെ പണ്ഡർപൂരിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്നു. അതോടൊപ്പം അദ്ദേഹം അഗാധമായി സ്നേഹിച്ചിരുന്ന ശ്രീ സായിബാബയെ കാണാൻ പതിവായി ഷിർദിയിലും സന്ദർശിച്ചു പോന്നിരുന്നു. ഗൗലീബുവ പലപ്പോഴും ശ്രീ സായിബാബയെ ആദരവോടെ നോക്കുകയും ഇത് പണ്ഡരീനാഥ് വിത്തൽ അവതാരമാണ്, അശരണരുടെയും ഏഴരകളുടെയും കാരുണ്യമൂർത്തി എന്ന് വിളിച്ചു പറയുമായിരുന്നു. വിത്തോബയുടെ ദൃഢഭക്തരും പണ്ഡർപൂരിലെ ഒരു മുതിർന്ന തീർത്ഥാടകരുമായ ഗൗലീബുവ ശ്രീ സായിബാബ പണ്ഡരീനാഥൻ്റെ യഥാർത്ഥ അവതാരമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. വിത്തൽ പ്രത്യക്ഷനാകുന്നു. ശ്രീ സായിബാബയ്ക്ക് ദൈവനാമം സ്മരിക്കുന്നതും പാടുന്നതും വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും അലാ മാലിക് എന്ന് ഉച്ചരിക്കുകയും ദൈവനാമം തുടർച്ചയായി പാടാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തുടർച്ചയായി 7 ദിവസം
രാവും പകലും നാമസപ്താഹം എന്ന അഖണ്ഡ നാമജപം നടത്തുന്നതിന് ഭക്തരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഒരിക്കൽ ബാബ ദാസ്ഗുരു മഹാരാജിനോട് നാമസപ്താഹം നടത്താൻ ആവശ്യപ്പെട്ടു. സമാപന ദിവസമായ 7-ാം ദിവസം വിത്തൽ പ്രത്യക്ഷമാകും എന്ന് ഉറപ്പു നൽകുന്ന വ്യവസ്ഥയിൽ നാമസപ്താഹം നടത്താമെന്ന് ദാസ്ഗുരു സമ്മതിച്ചു. ഭക്തൻ ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും പങ്കെടുത്താൽ തീർച്ചയായും വിത്തൽ പ്രത്യക്ഷപ്പെടും എന്ന് ദാസ്ഗനുവിൻ്റെ നെഞ്ചിൽ കൈവച്ച് ബാബ പറഞ്ഞു. തക്കൂർനാഥൻ്റെ ധനകാപുരി, വിത്തലിൻ്റെ പാണ്ഡാരി, രഞ്ജോടിൻ്റെ ദ്വാരക എല്ലാം ഇവിടെ ഈ ശ്രുതിയിലുണ്ടെന്നും അവരെ ദർശിക്കാൻ മറ്റൊരിടത്തും പോകേണ്ടതില്ലെന്നും വിത്തൽ പുറത്തുനിന്നും എവിടെ നിന്നും വരുന്നതല്ലെന്നും ശ്രുതിയിൽ തന്നെ ഉണ്ടെന്നും ഭക്തരുടെ സ്നേഹവും ഭക്തിയും നിറഞ്ഞൊഴുകുമ്പോൾ വിത്തൽ സ്വയം ശ്രുതിയിൽ തന്നെ പ്രത്യക്ഷമാകുമെന്നും ബാബ കൂട്ടിച്ചേർത്തു. നാമസപ്താഹം പൂർത്തിയായ ശേഷം വിത്തൽ അവിടെ ഇപ്രകാരം പ്രത്യക്ഷനായി. കാക്കാ സാഹേബ് ദീക്ഷിത് എന്ന ഭക്തൻ പതിവ് പോലെ കുളി കഴിഞ്ഞ് ധ്യാനത്തിലിരിക്കുമ്പോൾ വിത്തലിനെ ഒരു മിന്നായം പോലെ ദർശിച്ചു. പിന്നീട് ഉച്ചയ്ക്ക് ബാബയുടെ ദർശനത്തിനായി ചെന്നപ്പോൾ ബാബ നേരിട്ട് കാക്കാ സാഹിബിനോട് ചോദിച്ചു, വിത്തൽപ്പാട്ടിൽ വന്നോ? നിങ്ങൾ അവനെ കണ്ടോ? അവൻ വളരെ ഉഴപ്പനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനുമാണ്. അവനെ വിടാതെ പിടിച്ചില്ലെങ്കിൽ, അല്പമെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ രക്ഷപ്പെടും. ഇത് അന്ന് പകലാണ് സംഭവിച്ചതെങ്കിൽ ഉച്ചതിരിഞ്ഞ് കാക്കാ സാഹിബിന് മുന്നിൽ വിത്തൽ വീണ്ടും പ്രത്യക്ഷനായി. അന്ന് തന്നെ വിത്തോബയുടെ 25-30 ചിത്രങ്ങൾ വിൽക്കുന്നതിനായി ഒരു വഴിവാണിഭക്കാരൻ ഷിർദിയിലെത്തി. കൊണ്ടുവന്ന ചിത്രങ്ങൾ കാക്കാ സാഹിബ് തൻ്റെ ദർശനത്തിൽ കണ്ട രൂപമായി കൃത്യമായി പൊരുത്തപ്പെടുന്നതായിരുന്നു. ബാബയുടെ വാക്കുകൾ ഓർത്തപ്പോൾ കാക്കാ സാഹിബ് ആശ്ചര്യപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. അയാൾ ആ ചിത്രങ്ങളൊന്ന് വാങ്ങുകയും തൻ്റെ പൂജാമുറിയിൽ ആരാധനയ്ക്കായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വാൽകൃഷ്ണം താനെയിൽ നിന്ന് ഭൂനികുതി വകുപ്പിൽ വിരമിച്ച ശ്രീ BV ഡിയോ എന്നത് ഒരു കുടുംബ പേരായിരുന്നു. ഇതിനെ ദേവ് എന്നും വിളിച്ചു കാണുന്നു. അവരുമായി നടത്തിയ വിപുലമായ ഗവേഷണത്തിൽ ദ്വാരകയുടെ തെക്കേ അറ്റത്തുള്ള പണ്ഡർപൂരിൻ്റെ പരിധിയിലാണ് ശ്രുതി വരുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശ്രുതിയെ ദ്വാരകയാണെന്ന് തിരിച്ചറിഞ്ഞു. കൂടാതെ കെ നാരായൺ അയ്യരുടെ ഭാരതവർഷത്തിൻ്റെ സ്ഥിരചരിത്രം സ്കന്ദ പുരാണത്തിൽ നിന്നും ഉദ്ധരിച്ച വാക്യത്തിൽ ദ്വാരകയുടെ മറ്റൊരു നിർവചനം കാണാനിടയായി. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾ നേടിയെടുക്കാൻ 4 വിഭാഗത്തിലും പെട്ട ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യ, ശൂദ്രർ എല്ലാ മനുഷ്യർക്കും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന സ്ഥലത്തെ ജ്ഞാനികളായ തത്വചിന്തകർ ദ്വാരക എന്ന് വിളിക്കുന്നു. ഷിർദിയിലെ ബാബയുടെ മസ്ജിദ് 4 വിഭാഗത്തിൽപ്പെട്ടവർക്കും മാത്രമല്ല, സമൂഹത്തിൽ പാർശ്വവൽക്കപ്പെട്ടവർക്കും അസ്പൃശ്യർക്കും ഭഗോജി ഷിൻഡയെപ്പോലുള്ള കുഷ്ഠരോഗികൾക്കും വേണ്ടി സദാ തുറന്നിരുന്നു. ആയതിനാൽ ഷിർദിയെ ദ്വാരക എന്ന് വിളിക്കുന്നത് എത്രയും ഉചിതം തന്നെ. ഭഗവന്ത് റാവു ക്ഷീരസാഗറിൻ്റെ കഥ. ഭഗവന്ത് റാവു ക്ഷീരസാഗറിൻ്റെ കഥയിൽ വിത്തൽ ആരാധനയോടുള്ള ബാബയുടെ അഗാധമായ ഇഷ്ടം മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഭഗവന്ത് റാവുവിൻ്റെ പിതാവ് വിത്തോബയുടെ പരമഭക്തനായിരുന്നു. കൂടാതെ പണ്ഡർപൂരിലേക്ക് പതിവായി വാരിസ് നടത്തിയിരുന്നു. വീട്ടിൽ അദ്ദേഹം വളരെ ഭക്തിയോടെ ആരാധിക്കുന്ന വിത്തോബയുടെ വിഗ്രഹവും സൂക്ഷിച്ചിരുന്നു. എന്നിരുന്നാലും തൻ്റെ പിതാവിൻ്റെ മരണശേഷം ഭഗവന്ത് റാവു വിത്തോബ ആരാധന, തീർത്ഥാടനം, പിതാവിനുള്ള ശ്രാദ്ധ ചടങ്ങുകൾ തുടങ്ങിയ എല്ലാ മതപരമായ ആചാരങ്ങളും നിർത്തി. ഒരിക്കൽ ഭഗവന്ത് റാവു ഷിർദി സഞ്ചരിച്ചപ്പോൾ പിതാവിൻ്റെ ഭക്തി അനുസ്മരിച്ചുകൊണ്ട് ബാബ ഇപ്രകാരം പറഞ്ഞു, ഇവൻ്റെ അച്ഛൻ എൻ്റെ സുഹൃത്തായിരുന്നു. അതിനാൽ ഞാൻ ഇവനെ ഇവിടേക്ക് വരുത്തി. ഇവൻ നൈവേദ്യം ഒരിക്കൽ പോലും നൽകാതെ വിത്തലിനെയും എന്നെയും പട്ടിണിയിലാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ ഇവനെ ഗുണദോഷിക്കുകയും വീണ്ടും ആരാധനയുടെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യും. തൻ്റെ ഭക്തരുമായുള്ള ബാബയുടെ ശാശ്വതമായ ബന്ധവും അവരുടെ ഭക്തി പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രതിബദ്ധതയും ഈ കഥ എടുത്തു കാണിക്കുന്നു. ദാസ് കനുവിൻ്റെ പ്രയാഗിലെ സ്നാനം. ഗംഗ, യമുന നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗിൽ കുളിക്കുന്നത് പുണ്യമായി ഹൈന്ദവർ കണക്കാക്കിയിരുന്നു. ചില വിശേഷ സമയങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ പുണ്യതീർത്ഥത്തിലേക്ക് യാത്ര ചെയ്ത് സ്നാനം ചെയ്തു വന്നിരുന്നു. ഒരിക്കൽ ശ്രീ സായിബാബയുടെ വിശ്വസ്തനിയായ ദാസ് കനു മഹാരാജ് ഈ പുണ്യസ്നാനത്തിനായി പ്രയാഗ സന്ദർശിക്കാൻ ആഗ്രഹിക്കുകയും അനുവാദം തേടി ബാബയുടെ സമീപിക്കുകയും ചെയ്തു. ബാബ അവനോട് പറഞ്ഞു, ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ വിശ്വസിക്കൂ, നമ്മുടെ പ്രയാഗ് ഇവിടെയുണ്ട്. പിന്നീട് സംഭവിച്ചത് മഹാത്ഭുതമായിരുന്നു. ദാസ് കനു ബാബയുടെ പാതാരവിന്ദങ്ങളിൽ ഭക്തിപൂർവ്വം നമസ്കരിച്ചപ്പോൾ ബാബയുടെ കാൽവിരലുകളിൽ നിന്ന് ഗംഗയുടെയും യമുനയുടെയും അരുവികൾ പോലെ ജലധാര പ്രവഹിക്കാൻ തുടങ്ങി. ഈ ദിവ്യ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച ദാസ് കനു സ്നേഹവും ഭക്തിയും കൊണ്ട് പരവശനാകുകയും അവൻ്റെ കണ്ണുകൾ ഈറനാവുകയും ചെയ്തു.
ഈ അസാധാരണ അനുഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം സ്വയമേവ ബാബയെയും അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ ലീലകളെയും സ്തുതിച്ചുകൊണ്ട് ഒരു കീർത്തനം രചിച്ചു. ശ്രീ സായിബാബയുടെ ദിവ്യജനന രഹസ്യം. ശ്രീ സായിബാബയുടെ ഉദ്ഭവം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, ജനനം, ജന്മസ്ഥലം നിഗൂഢതയിൽ മറിഞ്ഞിരിക്കുന്നു. ബാബയോടും മറ്റുള്ളവരോടും നിരവധി അന്വേഷണങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടും വ്യക്തമോ തൃപ്തികരമോ ആയ ഉത്തരങ്ങളൊന്നും കണ്ടെത്താനായില്ല. പ്രായോഗികമായി ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ഒന്നും അറിയില്ല. നാംദേവ്, കബീർ തുടങ്ങിയ സന്യാസിമാരുടെ ജനനവും സാധാരണ മർത്തരെ പോലെ ആയിരുന്നില്ല. അവർ ഇരുവരുടെയും ശിശുക്കളായിരിക്കുമ്പോൾ കണ്ടെത്തുകയായിരുന്നു. ഭീംരതി നദിയുടെ തീരത്ത് ഗോംനായിയാണ് നാംദേവിനെ കണ്ടെത്തിയതെങ്കിൽ കബീറിനെ ഭഗീരഥി നദിയുടെ തീരത്ത് തമാൽ കണ്ടെത്തി. അതുപോലെ തന്നെയായിരുന്നു ശ്രീ സായിബാബയെയും കണ്ടെത്തിയത്. ഷിർദിയിലെ ഒരു വേപ്പുമരത്തിൻ്റെ ചുവട്ടിൽ 16 വയസ്സുള്ള ഒരു യുവാവായി ശ്രീ സായിബാബ തൻ്റെ ഭക്തർക്ക് വേണ്ടി സ്വയം അവതരിച്ചു. ആ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായി കാണപ്പെട്ടു. സ്വപ്നങ്ങളിൽ പോലും ലൗകിക മോഹങ്ങളിൽ നിന്ന് വേർപെട്ട അദ്ദേഹം മായയെ പരിപൂർണമായി ത്യജിക്കുകയും അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങൾ മോക്ഷദായകവുമായിരുന്നു. ഷിർദിയിൽ വസിച്ചിരുന്ന നാനാ ചൊബ്ദാറിൻ്റെ വൃത്തിയായ അമ്മ ബാബയുടെ ആദ്യ ദർശനത്തെക്കുറിച്ച് ഇപ്രകാരം വിശേഷിപ്പിച്ചിരുന്നു. വേപ്പിൻ മരം ചുവട്ടിൽ ധ്യാനനിരതനായിരിക്കുന്ന നിലയിലാണ് വെൺനിറമുള്ള അതിസുന്ദരനും ചുറുചുറുക്കുമുള്ള ഈ യുവബാലനെ ആദ്യമായി കണ്ടത്. അങ്ങനെയുള്ള ഒരു ബാലൻ താപവും ശൈത്യവും വകവയ്ക്കാതെ കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നത് കണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. അവൻ പകൽ ആരോടും സഹവസിക്കുകയോ രാത്രിയിൽ ഒന്നിനെയും ഭയപ്പെടുകയോ ചെയ്തിരുന്നില്ല. ഈ ബാലൻ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും ഗ്രാമവാസികൾ പലപ്പോഴും ചിന്തിച്ചിരുന്നു. അവൻ്റെ രൂപവും സവിശേഷതകളും വളരെ ആകർഷകമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ ഏവരെയും വാത്സല്യഭാജനമായി തീർന്നു. അവൻ ആരുടെയും ഗൃഹത്തിന് മുന്നിൽ ചെന്നില്ല. എല്ലായ്പ്പോഴും വേപ്പിൻ മരത്തിന് സമീപം തന്നെ നിലകൊണ്ടു. പുറമേ അവൻ വളരെ ചെറുപ്പമായി കാണപ്പെട്ടെങ്കിലും അവൻ്റെ പ്രവൃത്തികൾ മഹാജ്ഞാനിയുടേതായിരുന്നു. ശാന്തതയുടെ മൂർത്തിഭാവമായിരുന്നെങ്കിലും അവൻ ആർക്കും കൊടുക്കാത്ത മനസ്സിനുടമയുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഖണ്ഡോബദേവൻ ഒരു ഭക്തനിലേക്ക് ആവേശിക്കുകയും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം മുതലെടുത്തുകൊണ്ട് ഗ്രാമീണർ ചോദിച്ചു, ദേവ, ഈ അനുഗ്രഹീതനായ ആൺകുട്ടി ആരാണെന്നും അവൻ എവിടെ നിന്നാണ് വന്നതെന്നും ദയവായി ഞങ്ങളോട് പറയൂ. ഇതിന് മറുപടിയായി കുഴിവെട്ടുന്ന ഒരു കൂന്താലി കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് കുഴിക്കാൻ ഖണ്ഡോബ അവരോട് നിർദ്ദേശിച്ചു. ഗ്രാമവാസികൾ സ്ഥലം കുഴിച്ചപ്പോൾ പരന്ന കല്ലിനടിയിൽ ഇഷ്ടികകൾ കണ്ടെത്തി. കല്ലിന് താഴെ ഒരു ഇടനാഴിയും അതിനിടയിൽ ഒരു നിലവറയും ഉണ്ടായിരുന്നു. അവിടെ ഗോമുഖി രൂപശില്പങ്ങളും മരപ്പലകകളും ഖണ്ഡാഭരണങ്ങളും അവർ കണ്ടെത്തി. തുടർന്ന് ഖണ്ഡോബ വെളിപ്പെടുത്തി, ഈ ബാലൻ 12 വർഷം ഇവിടെ തപസ് ചെയ്തു. ഗ്രാമവാസികൾ യുവബാലനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ ജിജ്ഞാസ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് തൻ്റെ ഗുരുവിൻ്റെ വാസസ്ഥലമായിരുന്നെന്നും ഇത് സംരക്ഷിക്കണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാനിച്ച് ഇടനാഴി പഴയതുപോലെ അടച്ചു. ശ്രീ സായിബാബ വേപ്പുമരത്തെ ആത്മീയ പ്രാധാന്യമുള്ള അശ്വത്ഥം, ഔദുംബർ എന്നീ വൃക്ഷങ്ങളെപ്പോലെ പവിത്രമായി കണക്കാക്കുകയും അതിനെ അഗാധമായി സ്നേഹിക്കുകയും ചെയ്തു. മഹാൽ സാബദിയും മറ്റുള്ള ഷിർദി ഭക്തരും ഈ സ്ഥാനം ബാബയുടെ ഗുരുവിൻ്റെ സമാധി സ്ഥാനമാണെന്ന് കരുതുകയും അവിടെ സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. 3 വാടകൾ. വേപ്പുമരവും അതിന് ചുറ്റുവട്ടമുള്ള സ്ഥലം ശ്രീ ഹരി വിനായക് സാത്തെ വാങ്ങുകയും ഈ സ്ഥലത്ത് സാത്തേവാഡ എന്നറിയപ്പെടുന്ന ഒരു കെട്ടിടം പണി കഴിക്കുകയും ചെയ്തു. ഷിർദിയിലേക്ക് ഒഴുകിയെത്തുന്ന തീർത്ഥാടകരുടെ ഏക വിശ്രമ കേന്ദ്രമായിരുന്നു ഈ ആശ്രമം. വേപ്പുമരത്തിന് ചുറ്റും പടവുകളോടുകൂടി തിണ്ണ നിർമ്മിക്കുകയും ചെയ്തു. ഈ പടികൾക്ക് താഴെയായി തെക്ക് ദർശനമായി ഒരു ഭിത്തിമാടമുണ്ട്. ഭക്തർക്ക് വടക്കോട്ട് ദർശനമായി ആ തിണ്ണയിൽ ഇരിക്കാവുന്നതാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളിലെ വൈകുന്നേരങ്ങളിൽ അവിടെ ധൂപം കാട്ടുന്നത് ദൈവകൃപയാൽ സന്തോഷം നൽകുമെന്നാണ് വിശ്വാസം. കാലക്രമേണ ഈ വാട പഴയതും ജീർണിച്ചതാകുകയും അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരികയും ചെയ്തു. ആവശ്യമുള്ള അറ്റകുറ്റപ്പണികളും കൂട്ടിച്ചേർക്കലുകളും ഭേദപ്പെടുത്തലുകളും സംസ്ഥാൻ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ആശ്രമമായ ദീക്ഷിതിൻ്റെ വാട നിർമ്മിക്കപ്പെട്ടു. ബോംബെയിൽ നിന്നുള്ള അഭിഭാഷകനായ കാക്കാസാഹബ് ദീക്ഷിതിൻ്റെ കാല് ഇംഗ്ലണ്ടിൽ വച്ച് ഒരു അപകടത്തിൽ പരിക്കേറ്റിരുന്നു. പലവിധ ചികിത്സകൾ നടത്തിയിട്ടും പരിക്ക് ഭേദമായില്ല. നാനാ സാഹിബ് ചന്ദോർക്കറുടെ ഉപദേശപ്രകാരം അദ്ദേഹം 1909 ശ്രീ സായിബാബയെ സന്ദർശിച്ചു. ഈ സന്ദർശന വേളയിൽ തൻ്റെ കാലിൻ്റെ മുടന്തൽ മാത്രമല്ല മനസ്സിൻ്റെ തളർച്ചയും സുഖപ്പെടുത്താൻ അദ്ദേഹം ശ്രീ സായിബാബയോട് അഭ്യർത്ഥിച്ചു. ശ്രീ സായിബാബയുടെ ദർശനത്തിൽ അതീവ സന്തുഷ്ടനായ അദ്ദേഹം ഷിർദിയിൽ താമസിക്കാൻ തീരുമാനിക്കുകയും തൽഫലമായി തനിക്ക് മറ്റും ഭക്തർക്കും വേണ്ടി അദ്ദേഹം ഒരു ആശ്രമം പണിയുകയുമുണ്ടായി.
ഈ കെട്ടിടത്തിൻ്റെ അടിത്തറ 1910 ഡിസംബർ 10 സ്ഥാപിച്ചു. അന്നേ ദിവസം 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൂടി നടന്നു. ശ്രീ ദാദാ സാഹിബ് ഖാപ്പർഡേക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി ലഭിച്ചു. ചാവടിയിലേക്ക് രാത്രിയിൽ ആരതി ആരംഭിച്ചു. ഈ ആശ്രമം പൂർത്തീകരിക്കപ്പെടുകയും 1911 രാമനവമി ദിനത്തിൽ ഉചിതമായ ആചാരങ്ങളോടും ചടങ്ങുകളോടും കൂടി ഔപചാരികമായി താമസം ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് നാഗ്പൂരിൽ നിന്നുള്ള ബൂട്ടി എന്ന മഹാധനികൻ കൊട്ടാര സദൃശ്യമായ ഒരു വാട നിർമ്മിച്ചു. ഇന്ന് ശ്രീ സായിബാബയുടെ പവിത്രമായ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സമാധി മന്ദിർ എന്നറിയപ്പെടുന്ന ഈ വാടയുടെ നിർമ്മാണത്തിനായി ഗണ്യമായ പണം ചെലവഴിച്ചിട്ടുണ്ട്. ഈ മന്ദിറിൻ്റെ സ്ഥലം യഥാർത്ഥത്തിൽ ബാബ പരിപാലിച്ചു പോന്നിരുന്ന പൂന്തോട്ടമായിരുന്നു. അങ്ങനെ മുമ്പില്ലാതിരുന്നിടത്ത് 3 വാടക ഉയർന്നു വന്നു. ഇവയിൽ ആദ്യകാലങ്ങളിൽ ഏവർക്കും ഏറ്റവും ഉപയോഗപ്രദമായിരുന്നു സത്യയുടെ വാട. ശ്രീ സായിബാബ വാമൻ താത്തയുടെ സഹായത്തോടെ പരിപാലിച്ച പൂന്തോട്ടത്തിൻ്റെ കഥ, ഷിർദിയിലെ അദ്ദേഹത്തിൻ്റെ താത്കാലിക അഭാവം, ചന്ദ്പാട്ടീലിൻ്റെ വിവാഹ വിരുന്നുമായിട്ടുള്ള മടങ്ങിവരവ്, ദേവിദാസ്, ജാങ്കിദാസ്, ഗംഗാധർ എന്നിവരുമായുള്ള ബന്ധം, മോഹൻദീൻ താംബോലിയുമായുള്ള ബാബയുടെ ഗുസ്തി മത്സരം, മസ്ജിദിലെ താമസം, ഡെങ്കിലെയും മറ്റ് ഭക്തരുടെയും സ്നേഹം തുടങ്ങിയ സംഭവങ്ങൾ അടുത്ത അധ്യായത്തിൽ വിശദമായി വിവരിക്കുന്നതാണ്. ശ്രീ സായിനാഥനെ വണങ്ങുന്നു. മംഗളം ഭവിക്കട്ടെ.